ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബോർവെൽ പമ്പ് ഫിക്സ് ചെയ്യുന്നതാണ്. ശക്തി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ്. 1.5 HP ആണ്, 109 മീറ്റർ ഹെഡ്, 18 സ്റ്റേജ്, ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ബ്രാൻഡ് നെയിം ശക്തി, 1.25 ഡെലിവറി സൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് പമ്പ് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാം. വാട്ടർ കൂൾഡാണ് പമ്പ്, ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് പിന്നെ നമുക്ക് തുരുമ്പിക്കുന്ന കാര്യങ്ങളൊന്നും നോക്കാനില്ല. അപ്പോൾ മോട്ടർ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വെള്ളം ഒന്ന് നോക്കുക. കമ്പനി ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ടാണിത് വിടുന്നത്. എന്നാലും നമ്മളൊന്ന് കൺഫേം ആക്കി വെള്ളം ഉണ്ടോയെന്ന് നോക്കിയിട്ട് നേരെ ഇതിൻ്റെ അറ്റാച്ച് ചെയ്തിട്ട് കയറ്റി വെക്കുക. പിന്നെ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും ജോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് തീരെ കടക്കുന്നില്ല. പിന്നെ വരുന്നത് നമ്മളെ ബോർവെല്ല് പൈപ്പ് കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ടോപ്പ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ആദ്യത്തെ ഒരു 9 ഇഞ്ചിൻ്റെ പൈപ്പ് കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇനി രണ്ടാമത്തെ നമ്മളെ 7 ഇഞ്ചിൻ്റെ ആ പൈപ്പും കൂടി കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പമ്പ് ഇറക്കാം. അപ്പോൾ ആ എൻഡ് ഗ്യാപ്പും കൂടി ഒരു ഹോൾസ് ഇടണം. അപ്പോൾ ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഒരു 60 മീറ്ററാണ്. അപ്പോൾ നമ്മളൊരു 55 മീറ്ററിൽ ഇത് 5 മീറ്ററേ പൊക്കുന്നുള്ളൂ. 5 മീറ്റർ പൊക്കിയിട്ട് 55 മീറ്ററിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ ഇവിടെ 3x3 ഒരു ചേമ്പർ കെട്ടിയിരിക്കുകയാണ്. ഒരു റെഡിമെയ്ഡ് ചേമ്പറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഒതുങ്ങും. അപ്പോൾ കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ ഇതേമാതിരി നല്ല ചേമ്പറൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബോർവെല്ലിനൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് വർക്കൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. ചെറിയ ഇതുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പൈപ്പുകളും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ഇടങ്ങാറായിരിക്കും. അപ്പോൾ മിനിമം ഒരു 3 ഫീറ്റെങ്കിലും ഈ ബോർവെല്ലിൻ്റെ 4 സൈഡും നന്നായി ബ്രിക്ക് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലൊരു ഫ്രെയിം ഉണ്ടാക്കി, ഒന്നുകിൽ സ്ലാബ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഫ്രെയിമുകൾ കിട്ടും. ആ ഫ്രെയിമുകൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ വൃത്തിയായിരിക്കും. പിന്നെ സൈഡിൽ കട്ട് ചെയ്തിട്ട് ബെൻഡാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വെള്ളമൊക്കെ അടിച്ച് ഒഴിവാക്കിയിട്ട് പിന്നീടാണ് നമ്മളിത് ഹോൾസ് തുളച്ചിട്ട് സൈഡിലേക്ക് തുളച്ച് ട്രെഞ്ച് എടുത്തിട്ട് ഒരു 1.5 അടി താഴ്ചയിൽ പൈപ്പ് അങ്ങനെ കൊണ്ടുപോവുകയാണ്. പവറും എല്ലാ വയറും ഒക്കെ അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എൻഡ് ക്യാപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പൈപ്പ് 10 kg പൈപ്പാണ് കേട്ടോ. പക്ഷേ ക്യാപ്പ് അത്ര വലിയ നല്ല ഒരു ക്യാപ്പൊന്നും അല്ല. എന്നാൽ അതിൻ്റെ മേലൊരു ഇതിൻ്റെ ഒരു ഇരുമ്പിൻ്റെ ഒരു മൂടി വരുന്നുണ്ട്. ഈ മൂടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സേഫാണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കൊടുത്ത് അയച്ചത് 1 ഇഞ്ചായിപ്പോയി. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം, 1.25 ആക്കണം. അപ്പോൾ താൽക്കാലികം നമ്മൾ ഇത് ഒന്ന് ഇട്ടിട്ട് ഇതിനൊരു ഹോൾസ് അടിക്കുക. പൈപ്പ് ഇറക്കാനുള്ള പൈപ്പും കയറും കൂടി ഇറക്കാനുള്ള ഒരു സെപ്പറേറ്റ് 2 ഹോൾസ് അടിക്കുക. സെൻറ്ററിൽ ആദ്യം 1.25 ഒരു ഹോൾസ് അടിക്കുക. 1.25 എന്ന് പറയുമ്പോൾ നമ്മളൊരു 1.5 അടിക്കേണ്ടി വരും കേട്ടോ. അത് വെച്ചാൽ നമ്മളെ പൈപ്പിൻ്റെ വണ്ണം, കയറിൻ്റെ വണ്ണം കുറച്ച് കൂടുതലായതുകൊണ്ട് കയറും വയറും കൂടി ഈ പൈപ്പിൻ്റെ കൂടുതൽ ലൂസായി ഇറങ്ങണ്ടേ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഒരു 1.5ൻ്റെ ബിറ്റ് ഇട്ടിട്ട് തന്നെ അടിക്കുക. അതടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് 1 ഇഞ്ചിൻ്റെ ഒരു ഹോൾസും അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പമ്പ് നമ്മളത് ഏകദേശം പൈപ്പും കയറും വയറൊക്കെ കെട്ടി എല്ലാം കറക്റ്റാണ്, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നേരെ ഇറക്കിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ ഇത് എൻഡ് ക്യാപ്പും കൂടി കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഏകദേശം നമ്മളെ വർക്ക് ഫിനിഷായി എന്ന് പറയണമെങ്കിൽ ഈ മൂടിയും കൂടി ഇട്ട് ചേമ്പർ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ആ വൃത്തി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇൻസ്പെക്ഷൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്കിത് തുറക്കാം. പിന്നെ കമ്പനി പറയുന്നത് 5 ടൺ വെയിറ്റ് എടുക്കുന്നതാണ് ഈ മൂടി. ഈ മൂടിയല്ല, ഈ ചേമ്പറിൻ്റെ ഫൈബറിൻ്റെ മൂടി 5 ടൺ വെയിറ്റ് എടുക്കുന്നതാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമ്മൾ ബോർവെല്ല് ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ സൈഡിൽ കൂടെ പൈപ്പിനെ ചാരി ഇറക്കരുത്. ചാരി ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ കെട്ടിയ കേബിൾ ടൈ കംപ്ലീറ്റ് പൊട്ടിപ്പോവും. അപ്പോൾ ഇത് തൂക്കിന് സെൻറ്ററാക്കിയിട്ട് നമ്മൾ ഇറക്കി വിടുക. അപ്പോൾ ഇറക്കുമ്പോൾ പാറയിലെത്തുന്ന വരെ വെള്ളത്തിലെത്തുന്ന വരെ നല്ല വെയിറ്റ് ആയിരിക്കും കേട്ടോ. വെള്ളത്തിൽ എത്തിക്കഴിഞ്ഞാലേ കുറച്ച് നമുക്ക് ഒരു ലോഡ് കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുവരെ നല്ല വെയിറ്റ് ഉണ്ടാവും അത്യാവശ്യം. പൈപ്പും കൂടി ഇങ്ങനെ താഴ്ന്നതിനനുസരിച്ച് 60 മീറ്ററാണ് നമ്മൾ മുമ്പ് പറഞ്ഞു, 55 മീറ്ററിൽ നമ്മൾ ഒരു ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാമ്പ് കൂടി ഉണ്ട് കേട്ടോ. ആ ക്ലാമ്പിലാണ് ഇനി കയറൊക്കെ കെട്ടി ലോഡാക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒരു ട്രയൽ അടിക്കൽ മാത്രമാണ്. ഇത് ഫൈനലി ഒരു ഇതൊക്കെ കട്ട് ചെയ്തിട്ട് മൂടിയൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഇത്
നമ്മൾ ചെയ്യുമ്പോൾ ആ വീഡിയോ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഇതിൻ്റെ ഒരു ലീഫ് മാതിരിയുള്ളൊരു ക്ലാമ്പ് നട്ടും ബോൾട്ടിട്ട് ടൈറ്റാക്കി കഴിഞ്ഞാൽ അതിലാണ് നമ്മൾ ആ കയറൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തുക. പിന്നെ നമുക്ക് റൺ ചെയ്യിക്കുക. പൈപ്പിൽ വെള്ളത്തിൻ്റെ ഫ്ലോ റേറ്റ് നോക്കുക, ഏകദേശം എത്ര കിട്ടുന്നുണ്ട്, എത്ര ഡിസ്ചാർജ് ഉണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ബോർ അടിച്ചതായതുകൊണ്ട് ആ വെള്ളം കംപ്ലീറ്റ് അടിച്ചൊഴിവാക്കാൻ വേണ്ടി ക്ലയൻറ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് നമ്മൾ വെള്ളം അടിച്ച് പുറത്തേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ ഫിക്സിങ് കേട്ടോ. അപ്പോൾ നെട്ടും ബോൾട്ടൊക്കെ ഫുൾ ടൈറ്റ് ചെയ്യണില്ല, അതൊക്കെ ഏകദേശം ഒരു ലൈറ്റായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. വയർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെയൊക്കെ ടൈറ്റ് ചെയ്യുമ്പോൾ വയർ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആ ക്ലാമ്പിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ കാലക്രമേണ ജാമിങ്ങൊക്കെ വന്ന് ഷോർട്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ബോർവെല്ല് പ്രത്യേകിച്ച് ഫിറ്റാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള എല്ലാ കംപ്ലൈൻറ്റും തീർത്തിട്ടേ ഇത് ഇറക്കി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ 100-150 മീറ്ററൊക്കെ ആണെങ്കിൽ വലിച്ച് കയറ്റൽ എന്ന് പറഞ്ഞാൽ അതൊരു പണി തന്നെ, ഒരു ടാസ്ക് പണി തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ ചെയ്തു പോകരുത്. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ ട്രയൽ റണ്ണാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഫ്ലോയിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ പാറപ്പൊടി ഉണ്ടായതുകൊണ്ട് കലങ്ങി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഫുൾ അടിച്ച് ഒഴിവാക്കിയിട്ട് ഇനി നമ്മൾ ഫ്രഷായിട്ട് നല്ല വെള്ളം ടാങ്കിലേക്ക് അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല 1.25 ഫുള്ളായിട്ട് വെള്ളം വരുന്നുണ്ട്. നല്ല വോൾട്ടേജും ഉണ്ട്. വോൾട്ടേജ് അത്യാവശ്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫുള്ളായിട്ട് തന്നെ വെള്ളം വരും. 120-160 കപ്പാസിറ്ററാണ്. 72 സ്റ്റാർട്ടിങ്, 72 റണ്ണിങ് കപ്പാസിറ്റർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ബോർവെല്ല് ഫിക്സിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത പരിപാടികൾ കാണാം. ഓക്കെ.